ഹായ് ഫ്രണ്ട്സ്, ഇനി പേജ് നമ്പർ 9 നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം നോക്കാം. 1 6 അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകൾ വലുപ്പക്രമത്തിൽ എഴുതുക. ഈ ശ്രേണിയെ മറ്റു രണ്ട് തരത്തിൽ വിവരിക്കുക. റൈറ്റ് ഇൻ അസെൻഡിങ് ഓർഡർ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിത്ത് ലാസ്റ്റ് ഡിജിറ്റ് 1 or 6. ഡിസ്ക്രൈബ് ദിസ് സീക്വൻസ് ഇൻ 2 other ways. 1 6 അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകൾ ഏതൊക്കെയാണ്? 1 6 കണ്ടിന്യൂ ചെയ്ത് പോകും. എഴുതി നോക്കാം. 1 6 അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകൾ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് with last digit 1 or 6. ഏതൊക്കെയാണ് വരുന്നുണ്ടാവുക? നമ്പേഴ്സ് ഏതൊക്കെ വരാം? 1 6 11 16 21 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഈ സീക്വൻസിനെ മറ്റ് രണ്ട് രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ രീതി നോക്കാം. ഈ സീക്വൻസിന് എഴുതാൻ വേണ്ടിയിട്ട് 5ൻ്റെ മൾട്ടിപ്പിൾസ് അറിയാം. ഏതൊക്കെയാണ്? 5 10 15 20 എക്സെട്ര. ഈ നമ്പേഴ്സ് കൂടെ ഒന്ന് വീതം ആഡ് ചെയ്താൽ പോരെ. അപ്പോൾ 1 + 5 10 + 1 15 + 1 20 + 1 1 + 5 6 10 + 1 11 15 + 1 16 20 + 1 21. ഇതിനെങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? 5ൻ്റെ ഗുണിതങ്ങളോട് ഒന്ന് വീതം കൂടി വരുന്ന ശ്രേണി. 5ൻ്റെ ഗുണിതങ്ങളോട് ഒന്ന് കൂടി വരുന്ന ശ്രേണി. ഇംഗ്ലീഷിലാണെങ്കിൽ സീക്വൻസ് ഓഫ് 1 added to multiple of 5. രണ്ടാമത്തെ രീതി എന്ന് പറയുമ്പോൾ 1 തുടങ്ങിയിട്ട് വ്യത്യാസം 5 വരുന്നതുമായ ശ്രേണി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ വേണ്ടി പറ്റും. എങ്ങനെ എഴുതുക? സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് starting 1 and difference 5. അതായത് 1 തുടങ്ങി വ്യത്യാസം 5 വരുന്നതുമായ എണ്ണൽ സംഖ്യ ശ്രേണി. അപ്പോൾ ശ്രേണി ഏതാ വരിക? 1 6 11 16 21. ഈ രണ്ട് രീതികളാണ് ഈ ചോദ്യത്തിൽ പറയുന്ന മറ്റു രണ്ട് മെത്തേഡുകൾ. ഇനി 5ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 5ാമത്തെ ചോദ്യത്തിൽ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. ആ ചിത്രം നോക്കി താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾ ഉത്തരം കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ഒന്നാമത്തെ ചോദ്യം, ഹൗ മെനി റെഡ് ട്രയാങ്കിൾസ് ആർ ദർ ഇൻ ഈച്ച് പിക്ചേഴ്സ്? ഓരോ ചിത്രത്തിലും എത്ര ചുവന്ന ത്രികോണങ്ങളുണ്ട്? അത് ഈസിയാണ് കണ്ടുപിടിക്കാൻ. ഈ റെഡ് ട്രയാങ്കിൾസിൻ്റെ എണ്ണം എണ്ണി എഴുതിയാൽ മതി. ഒന്നാമത്തേൽ 1 2 3. രണ്ടാമത്തേൽ ഈ ഒരു ട്രയാങ്കിളിനെയാണ് വീണ്ടും ചെറിയ ഭാഗങ്ങളാക്കി മാറ്റിയിരിക്കുന്നത്. ഒരു ട്രയാങ്കിളിൽ 1 2 3. അങ്ങനെ എത്ര ട്രയാങ്കിൾ ഉണ്ട്? 3. അപ്പോൾ 3 × 3 9. അല്ലെങ്കിൽ സാധാ എണ്ണിയിട്ട് എഴുതിയാലും മതി. ഇനി ഈ ഒരു ട്രയാങ്കിളിനെയാണ് വീണ്ടും ചെറിയ ഭാഗങ്ങളാക്കിയിരിക്കുന്നത്. ഈ ഒരെണ്ണത്തിൽ
1 2 3 4 5 6 7 8 9 9 എണ്ണം ഉണ്ട്. ഇങ്ങനത്തെ എത്ര ഭാഗങ്ങളുണ്ട്? 3 എണ്ണം. അപ്പോൾ ഒരു ഭാഗത്തിൽ 9 എണ്ണം, 3 ഭാഗത്തിൽ 9 × 3 27. നമ്പർ ഓഫ് റെഡ് ട്രയാങ്കിൾസ്, ചുവന്ന ത്രികോണങ്ങളുടെ എണ്ണം എത്രയായിട്ട് വരും സീക്വൻസിൽ എഴുതുമ്പോൾ? 3 9 27. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. ടേക്കിംഗ് ദ ഏരിയ ഓഫ് വോൾ അൺകട്ട് ട്രയാങ്കിൾ ആസ് 1, കമ്പ്യൂട്ട് ദ ഏരിയ ഓഫ് എ സ്മോൾ ട്രയാങ്കിൾ ഇൻ ഈച്ച് പിക്ചേഴ്സ്. ഒന്നും വെട്ടിമാറ്റാത്ത മുഴുവൻ ത്രികോണത്തിൻ്റെ പരപ്പളവ് 1 എന്നെടുത്ത് ഓരോ ചിത്രത്തിലെയും ഒരു ചെറിയ ത്രികോണത്തിൻ്റെ പരപ്പളവ് കണക്കാക്കുക. ഈ മൊത്തം ത്രികോണത്തിൻ്റെ പരപ്പളവ് 1 ആക്കി എടുത്തു കഴിഞ്ഞാൽ ഈ ഓരോ ചെറിയ ത്രികോണത്തിൻ്റെയും പരപ്പളവ് എത്രയായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് മൊത്തം എത്രയാക്കി? 1 ആക്കിയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇതിന് എത്ര ഭാഗമാക്കിയിട്ടുണ്ട്? 4 ഭാഗം. അപ്പോൾ 4ൽ ഒരു ഭാഗം എന്ന് ഈ ഓരോ ഭാഗത്തെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഈ രണ്ടാമത്തെ ചിത്രത്തിലെ ഈ ഒരു ഭാഗത്തിൻ്റെ പരപ്പളവ് നമുക്കറിയാം, 4ൽ ഒരു ഭാഗം. ആ 4ൽ ഒരു ഭാഗത്തിനെയാണ് വീണ്ടും എത്ര ഭാഗമാക്കിയെടുക്കണത്? 4 ഭാഗമാക്കിയെടുക്കണത്. അപ്പോൾ എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? 1/4/4. ഇതിനെന്ത് ചെയ്യുക? വിൽക്രമം എടുക്കുക, റെസിപ്രോക്കൽ എടുത്താൽ 1/4. 1 × 1 1, 4 × 4 16 എന്ന് വരും. ഇനി ഈ ചിത്രത്തിനെയാണ് വീണ്ടും ഈ ഭാഗത്തിൻ്റെ പരപ്പളവ് നമുക്ക് കിട്ടി 1/16. ഈ 1/16 എന്ന ഭാഗത്തിനെയാണ് വീണ്ടും എത്ര ഭാഗമാക്കിയെടുക്കുന്നത്? 4 ഭാഗം. അപ്പോൾ 1/16/4 റെസിപ്രോക്കൽ എടുക്കുക. 1/16 × 1/4 ഈക്വൽ ടു 1 × 1 1, 16 × 4 64 എന്ന് വരും. അപ്പോൾ ഈ ഓരോ ചിത്രത്തിലെയും ചെറിയ ത്രികോണത്തിൻ്റെ പരപ്പളവ് 1/4, 1/16, 1/64 എന്ന് വരും. ഇനി മൂന്നാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ഓൾ ദ റെഡ് ട്രയാങ്കിൾസ് ഇൻ ഈച്ച് പിക്ചേഴ്സ്? ഓരോ ചിത്രത്തിലെയും ചുവന്ന ത്രികോണങ്ങളുടെ ആകെ പരപ്പളവ് എത്രയാണ്? എളുപ്പമാണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ആദ്യം എഴുതി ടോട്ടൽ ഏരിയ ഓഫ് ഓൾ റെഡ് ട്രയാങ്കിൾസ്, ചുവന്ന ത്രികോണങ്ങളുടെ ആകെ പരപ്പളവ്. ഒന്നാമത്തെ ചിത്രത്തിൽ ഉള്ള ചുവന്ന ത്രികോണങ്ങളുടെ പരപ്പളവ് 1/4. ഒന്നാമത്തെ ചിത്രത്തിൽ എത്ര റെഡ് ട്രയാങ്കിൾ ഉണ്ട്? 3 എണ്ണം. അപ്പോൾ ഒന്നാമത്തിൻ്റെ ആകെ പരപ്പളവ് കണ്ടുപിടിക്കാൻ 3 × 1/4. രണ്ടാമത്തെ ചിത്രത്തിൽ ഉള്ള റെഡ് ട്രയാങ്കിൾസിൻ്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഒരു റെഡ് ട്രയാങ്കിൾസിൻ്റെ പരപ്പളവ് 1/16. അപ്പോൾ ടോട്ടലായിട്ട് വരുമ്പോൾ ടോട്ടൽ എത്ര റെഡ് ട്രയാങ്കിൾസ് ഉണ്ട്? 9 എണ്ണം. അപ്പോൾ 9 × 1/16. മൂന്നാമത്തെ ചിത്രത്തിൽ ഒരു ചെറിയ റെഡ് ട്രയാങ്കിളിൻ്റെ പരപ്പളവ് 1/64. അങ്ങനെ എത്ര എണ്ണം ഉണ്ട്? 27 എണ്ണം. അപ്പോൾ 27 × 1/64 ഗുണിക്കുക. 1 × 3 3/4. 1 × 9 9/16. 1 × 27/64. ഈ ഭാഗത്തെ ലാസ്റ്റ് ചോദ്യം. റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ഈച്ച് ഓഫ് ദി സീക്വൻസ് 3 സീക്വൻസ് ഗോഡ് ബൈ കണ്ടിന്യൂയിങ് ദിസ് പ്രോസസ്. മുന്നേ കിട്ടിയ 3 സീക്വൻസുകളിലെയും അടുത്ത 2 ടേംസും കൂടി കണ്ടുപിടിക്കണം. അതായത് ഒരു സീക്വൻസിൽ ടോട്ടൽ 5 നമ്പേഴ്സ് വേണം. ആദ്യത്തെ സീക്വൻസ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്, 3 9 27. അടുത്ത 2 ടേംസും കൂടി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഈ സീക്വൻസ് എങ്ങനെ വന്നത്? 3 × 3. ഇതിവിടെ 3 × 3 9 9 × 3 27. ഇനി അടുത്ത ടേം എങ്ങനെ കണ്ടുപിടിക്കുക? 27 × 3 എത്ര? 81. അടുത്ത ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 81 × 3 243 കിട്ടും. ഇനി രണ്ടാമത്തെ സീക്വൻസ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് എന്താണ്? 1/4 1/16 1/64. നെക്സ്റ്റ് 2 നമ്പേഴ്സ് കണ്ടുപിടിക്കണം. മേലത്തെ നമ്പറിൽ മാറ്റമില്ല,
അടിയത്തെ നമ്പർ നോക്കി നോക്ക്. രണ്ടാമത്തെ സീക്വൻസ് 1/4, 1/16, 1/64. അടുത്ത 2 ടേംസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ അടിയത്തെ നമ്പേഴ്സിൻ്റെ പ്രത്യേകം നോക്കുക. ഇവിടെ 4, 4ൻ്റെ സ്ക്വയർ, 4ൻ്റെ ക്യൂബ് അല്ലേ, അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവും. അപ്പോൾ നെക്സ്റ്റ് 2 ടേംസ് 1/4⁴. നെക്സ്റ്റ് ടേം 1/4⁵. 1/4⁴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 256. 1/256. അടുത്ത ടേം 1/1024. അപ്പോൾ ഈ ടേം ഇവിടേക്ക് എടുത്ത് എഴുതാം. 1/256, 1/1024 എന്ന് വരും. ഇനി മൂന്നാമത്തെ സീക്വൻസ് 3/4, 9/16, 27/64. അടുത്ത 2 ടേംസ് കണ്ടുപിടിക്കണം. ഇത് ഈ 2 ചോദ്യങ്ങളിൽ നിന്ന് ഉത്തരം കിട്ടും. ആദ്യത്തെ എങ്ങനെയായിരുന്നു? 3, 9, 27. അത് തന്നെയാണ് ഇവിടെ. നെക്സ്റ്റ് ടേം ഇവിടെ എന്താ വരിക? 81, 243. അടുത്തതിൽ ഇവിടെ 4, 16, 64. അതേ ടേംസ് തന്നെയാണ് ഇവിടെയും. അപ്പോൾ ഇവിടെ വരിക 256, 1024. അടുത്ത ക്ലാസ്സിൽ പേജ് നമ്പർ 10 പുതിയ ടോപ്പിക് ആയിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന ഭാഗം പഠിക്കാം. ബൈ.